ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനഭാഗം ഉത്തമഗീതം 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ഉത്തമഗീതം 6-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. ആദ്യ 4 അധ്യായങ്ങളിൽ വരൻ്റെയും വധുവിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ ആരംഭവും വളർച്ചയുമാണ് നാം കാണുന്നത്. എന്നാൽ ഇന്നത്തെ വായനാഭാഗത്ത് ആ സ്നേഹം പരീക്ഷിക്കപ്പെടുകയും വേർപാടിൻ്റെ വേദന അവർ അനുഭവിക്കുകയും വീണ്ടും ഒന്നിക്കുകയും അങ്ങനെ കൂടുതൽ ആ ബന്ധം പക്വത പ്രാപിക്കുകയും ചെയ്യുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയും ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ആത്മീയ ഉണർവ് അനുഭവപ്പെടും, ചിലപ്പോൾ പരീക്ഷണങ്ങളും വരൾച്ചയും സംഭവിക്കാം. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. ഈ സ്നേഹം നിലനിർത്തുവാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ മഹത്വം ലോകത്തോട് സാക്ഷിക്കുക. ഉത്തമഗീതങ്ങൾ 5-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള ഭാഗത്ത് യെരൂശലേം പുത്രിമാർ വധുവിനോട് ചോദിക്കുന്നു, നിന്റെ പ്രിയൻ എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാൾ വിശേഷപ്പെട്ടവൻ ആകുന്നു? അതിന് മറുപടിയായി വധു തൻ്റെ പ്രിയൻ്റെ സൗന്ദര്യവും മഹത്വവും ഓരോ പ്രത്യേകതകളും അവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വിശ്വാസി, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വിശ്വാസി അവനെ വാസ്തവമായി സാക്ഷീകരിക്കുന്നതിനെയാണ് ഇവിടെ ഇപ്രകാരം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വിവരിക്കണമെങ്കിൽ കേട്ടറിഞ്ഞ സത്യമല്ല, വധു അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഇവിടെ പങ്കുവെക്കേണ്ടത്. നമ്മുടെ അനുഭവത്തിൽ നിന്നും സാക്ഷ്യം പറയുക, നമ്മുടെ വാക്കിലും ജീവിതത്തിലും ഈ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുക. ഈ സാക്ഷ്യം കേട്ടവർ ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രിയൻ എവിടെയുണ്ട് എന്ന്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണാം. അങ്ങനെയെങ്കിൽ യഥാർത്ഥ സാക്ഷ്യം എന്നത് മറ്റുള്ളവരെ നമ്മിലേക്കല്ല, ഈ ക്രിസ്തുവിലേക്ക് നയിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതായി തീരട്ടെ. രണ്ടാമതായിട്ട്, ആത്മീയ ഐക്യത്തിലും വിശ്വസ്തതയിലും നിലനിൽക്കുക. ഉത്തമഗീതങ്ങൾ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ വരനും വധുവും പരസ്പരം സ്വന്തമാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. തെറ്റിദ്ധാരണകളും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടും അവരുടെ ബന്ധം തകരുന്നില്ല. പിന്നെയോ കൂടുതൽ ആഴവും ഉറപ്പും ആ ബന്ധത്തിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിശ്വസ്തമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയൻ്റേതും എൻ്റെ പ്രിയൻ എൻ്റേതും. ഇങ്ങനെയുള്ള ക്രിസ്തുവുമായ ബന്ധം നിലനിൽക്കണമെങ്കിൽ നമ്മിൽ വിശ്വസ്തതയും ഐക്യവും അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയാണ് മറ്റുള്ളവരെയും ഐക്യത്തിലേക്ക് നയിക്കുന്നത്. അതിനാൽ നമ്മുടെ സാക്ഷ്യവും ജീവിതവും ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പ്രിയൻ്റേത്, എൻ്റെ പ്രിയൻ എൻ്റേതും എന്ന വലിയ സത്യത്തിന് നമുക്കും സാക്ഷികളായിരിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഉത്തമ സാക്ഷികളായിരിക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് സാധ്യമാക്കണമേ. എന്തു വില കൊടുത്തും ക്രിസ്തുവിലുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്താതിരിക്കാൻ ബലഹീനരായ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.